നായകനാണോ വില്ലനാണോ? വിനായകനാണ്. ഒരു ഡയറക്ടർ മെറ്റീരിയൽ ആണോ ശരിക്കും വിനായകൻ ചേട്ടൻ? ആണ്. ഞാൻ അവർക്ക് വേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവർ പറഞ്ഞ എങ്ങനെ അതേപോലെ ചെയ്യും. ഇതിന് മെയിൻലി ബോഡി ലാംഗ്വേജ് ആണ് ഒന്ന് പിടിക്കാൻ പറഞ്ഞത്. നന്നായിട്ടുണ്ട് തോന്നുന്നു. സൈനൈഡ് മോഹന്റെ കഥ തന്നെയാണത്. അങ്ങനെ സ്പെസിഫിക്കലി അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുപോലെ കുറെ ആൾക്കാരുടെ ഉണ്ട്. എല്ലാം കൂടി എടുത്തിട്ട് സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്താണ്. വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ മമ്മൂക്കയെ കാണാൻ പോകുന്നത്. ഭയങ്കര തമാശയാണ് ഇപ്പൊ സാറ്. അങ്ങനെ തന്നെയാണ് എപ്പോഴും. പക്ഷെ ഇപ്പോൾ വളരെ ഓപ്പൺ ആയിട്ട് തമാശകളാണ്. ചിരിപ്പിച്ച് ആൾക്കാരെ ഇരുത്തുക എന്നുള്ളതാണ്. വാക്കുകളാണല്ലോ പ്രശ്നം. ഫേസ്ബുക്കിൽ ചിലപ്പോൾ നിങ്ങളൊരു പോസ്റ്റ് ഇടും, ഞങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് കുറേ സമയം ചിന്തിച്ചുകൊണ്ടിരിക്കും. വിഷയങ്ങൾ നടക്കണ്ടാവും പബ്ലിക്കിൽ. അപ്പോൾ അതിൻ്റെ ബ്രെയിനാണ് അതിൻ്റെ ബുദ്ധി എന്നുള്ളതിൽ ഇതെന്താണ് ചിന്തിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ കമൻസ് എല്ലാം നോക്കട്ടെ. ഒയ്യോ, എൻ്റെ കമൻസ് വായിച്ചു കഴിഞ്ഞാൽ കമൻസ് ആയിട്ടോ ഓടലാണ്. ബിഗ് മുന്നേ ശരിക്കും അമൽ നീരത് നിങ്ങളെ വെച്ചൊരു പടം പ്ലാൻ ചെയ്തായിരുന്നു. അമലിൻ്റെ ആദ്യത്തെ നായകൻ ഞാനാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് നടന്നില്ല. ജയിലർ 2 ശരിക്കും? അതും പറയാൻ പറ്റില്ല. അവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടില്ല എന്ന് പറയാനായിട്ട്. ഗോവയിലൂടെ നടന്നപ്പോഴാണ് ഫസ്റ്റ് സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം തോന്നിയത് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടുന്ന് കളങ്കാവലിലേക്ക് എത്തി നിൽക്കുകയാണ്. ശരിക്കും ഗോവ കണക്ഷൻ എന്താ, കളങ്കാവൽ കണക്ഷൻ എന്താ? ഗോവ ഞാൻ ജീവിക്കുന്നത് കളങ്കാവൽ സിനിമ ജോലി. ഗോവയിൽ നിന്നാണോ ഫസ്റ്റ് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത്? മ്യൂസിക് തുടങ്ങുന്നതാണ്. മിഷൽ ആൻഡ് മ്യൂസിക് ഗോവയെന്നാണ്. കളങ്കാവലിന്റെ ട്രെയിലർ കണ്ടാൽ അതിൽ 90% വിനായകൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ. അത് എല്ലാ ആൾക്കാരും എന്നോട് ചോദിച്ച്. അതറിയില്ല, അത് കമ്പനി ചെയ്യുന്നതാണ്. എന്തായാലും നല്ലതായി ഭാഗ്യം. സിനിമയിലും അങ്ങനെ തന്നെ ആയിരിക്കോ? സിനിമയില് കാണും, ഗംഭീരം. കണ്ടോ? ഞാൻ എഡിറ്റല്ല, ലൈക്ക് ഡബ് ചെയ്തപ്പോ കണ്ടെന്നുള്ളൂ. നായകനാണോ വില്ലനാണോ? വിനായകനാണ്. കണ്ടോ? പടം കണ്ടോ? ഡബിന് കണ്ടത് തന്നെയാണ്. മമ്മൂക്കയാണോ സജസ്റ്റ് ചെയ്ത്? അങ്ങനെ മമ്മൂക്ക സജസ്റ്റ് ചെയ്ത്? സാറിൻ്റെ കൂടെ നേരത്തെയും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡിൽ ഞാൻ സാറിനോടൊപ്പം ഒരു ചെറിയൊരു സീൻ ചെയ്തിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു പ്രത്യേക ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഡയറക്ടർ പറയുന്നുണ്ട് തെന്നി എൻ്റെ കയ്യിലെത്തി. ശരിക്കും ഈ മമ്മൂക്ക ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതായത് ഒരുപാട് ആൾക്കാരെ മമ്മൂക്ക ചൂസ് ചെയ്ത് സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഡയറക്ടർമാരല്ലാതെ ആക്ടർമാരെയൊക്കെ ചൂസ് ചെയ്യുന്ന ഭയങ്കര സൂപ്പറായിട്ട് തോന്നിയിട്ടുണ്ട്. ശരിക്കും ഏത് മമ്മൂക്കയോട് ചോദിച്ചോ എന്താ ചൂസ് ചെയ്യാനുള്ള കാരണം, അങ്ങനെ എന്തെങ്കിലും ചോദിച്ചോ? ഇല്ല, അതിന് മാത്രം ഇപ്പോഴും അടുത്തേക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ട്. അപ്പം പിന്നെ ഇത് ചോദിക്കാനുള്ള ഒട്ടും ധൈര്യം വന്നിട്ടില്ല. ഒരു ഡയറക്ടർ മെറ്റീരിയൽ ആണോ ശരിക്കും വിനായകൻ ചേട്ടൻ? ആണ്. ഞാൻ അവർക്ക് വേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവർ പറഞ്ഞ എങ്ങനെ അതേപോലെ ചെയ്യും. എൻ്റേതായിട്ടുണ്ടാവും. എന്നാലും ജിതിൻ എന്തൊക്കെ ഇതിൽ പറഞ്ഞു തന്നു ഈ പടം ചെയ്യുന്ന സമയത്ത്? ഇതിന് മെയിൻലി ബോഡി ലാംഗ്വേജ് ആണ് ഒന്ന് പിടിക്കാൻ പറഞ്ഞത്. അത് നന്നായിട്ടുണ്ട് തോന്നുന്നു. ബോഡി ഒന്ന് പിടിച്ച് അഭിനയിക്കാനായിട്ട്. കയ്യും കാലൊന്നും അല്ല, അങ്ങനെ കൈയെടുത്തൊക്കെ അഭിനയിക്കണല്ലേ, അതൊന്ന് നിർത്തിയിട്ടുണ്ട്. അതാണ് ഇതിൽ ഈ ക്യാരക്ടറിലെ ബോഡി എന്ന് വന്നിട്ടുള്ളത്. കുറെ പേര് പറയേണ്ട വന്നു. അതാണ് ഇത്രയും പേര് ഞാൻ ഓർത്ത് വെക്കേണ്ട ഗതി അത് മാത്രമേ ഉണ്ടായുള്ളൂ. കുറെ പേരുകൾ പഠിച്ചു വെക്കേണ്ട വന്നു. തെറ്റിയോ ടേക്ക് എടുക്കുന്ന സമയത്ത് പേര്? ചിലതൊക്കെ പോകും. എന്നാലും അത് നമുക്ക് അതിന് ഭയങ്കര ടെക്നിക്ക്, പുള്ളി അതിൻ്റെ 1-2 ടെക്നിക്കൊക്കെ ഉണ്ടായിരുന്നു പുള്ളിയുടെ. അതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. കുറെ ഇങ്ങനെ ഡേറ്റുകൾ ബേസ് സ്റ്റോറി, അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് അങ്ങനത്തെ. അപ്പോൾ കുറെ ഇങ്ങനെ നമ്പറുകൾ, പേരുകൾ, സ്ഥലത്തിൻ്റെ പേര്, അതൊക്കെ ഇങ്ങനെ കുറെ മനസ്സിൽ വെക്കേണ്ട വന്നു. അപ്പം തെറ്റിച്ച് ചെയ്യാനും പറ്റൂലല്ലോ. വേറൊരു വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക്. സ്ക്രിപ്റ്റിൻ്റെ മെയിൻ ഏരിയ ഇതുകൊണ്ട് അത് മാത്രമേ ഉണ്ടായുള്ളൂ. പേര് ഓർത്ത് വെക്കാനാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത്. ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഡയറക്ടർ നമ്മളെ എന്താണെന്നുള്ള കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടായി. പുള്ളി ഒറിജിനൽ പോലീസുകാരനാണ്. അപ്പൊ ജീവിക്കണായിരുന്നു, അത് ജോലിയായിരുന്നു പുള്ളിയുടെ അല്ലേ? കയ്യിൽ നിന്ന് കുറെ ഇട്ടുണ്ടാവും. ഇല്ല, പ്രത്യേകിച്ച് അധികം ഇടേണ്ടി വന്നിട്ടില്ല. അത് ഒരു കൃത്യമായിട്ടുള്ളൊരു സംഭവം പറഞ്ഞു തന്നായിരുന്നു. ആ ഒരു മീറ്ററിൽ പോകാൻ മാറ്റാൻ പറ്റില്ലല്ലോ. ലൈൻ, സ്റ്റോറി ലൈൻ, സ്ക്രിപ്റ്റാണ് നിൽക്കുന്നത്. ഞാൻ ഇത്ര സ്ക്രിപ്റ്റായിട്ട് ഇല്ല നിന്നിട്ട് ഞാൻ ഒരു പടം ചെയ്തിട്ടില്ല. സ്ക്രിപ്റ്റിൽ തന്നെ നിന്നുകൊണ്ട് അങ്ങനെ പടം ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമാണ് സ്ക്രിപ്റ്റിൽ തന്നെ നിന്ന്. പടം അങ്ങനെ കുറ്റാന്വേഷണം ആയതുകൊണ്ട് നമുക്ക് തെന്നാൻ പറ്റില്ല, മാറാൻ പറ്റില്ല. ഇതിന്റെ ട്രെയിലറിൽ കണ്ടൊരു ഷോട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷോട്ടാണ്. അത് ഒരു പാലത്തിന്റെ മുകളിൽ പോലീസ് ജീപ്പ്, മുകളിൽ നിന്ന് നിറയെ ആടുകൾ നിൽക്കുന്ന ഒരു ഷോട്ട്. അതെവിടെയാണ് ഷൂട്ട്? നാഗർകോവിൽ. അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി നമ്മളല്ലേ, കുറച്ച് ബുദ്ധിമുട്ടി അത് ഷൂട്ട് ചെയ്യാനായിട്ട്. ഇത്രയും ആടുകളും, ഇത്ര ആട്, പിന്നെ പോയി തിരിച്ചു വന്ന് അധികം വരുമ്പോ ഇതിനെ വീണ്ടും പിന്നെ മാറ്റണം, പിടിച്ചുകൊണ്ട് വരിക. അത് ഇത്തിരി പുള്ളിയായിരുന്നു ഓടിച്ചത്. ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ സ്റ്റേഡിലിരിക്കുന്നായിരുന്നു. എത്ര ടേക്ക് പോയി? അത് 4-5 പോയി. ഇതിലെ കാറിന്റെ നമ്പർ ഉണ്ട് 1313. അതിലെന്തെങ്കിലും ഉണ്ടോ? ഈ റൈറ്ററിന്റെയും ഡയറക്ടറൊക്കെ ബ്രില്യൻസ് ആണ്.
അവര് ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്കിട്ട് പണി തരാനായിട്ട്. അതേപോലെ സ്പേരൊക്കെ എഴുതി വെച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് റൈറ്ററും ഡയറക്ടറും. കളങ്കാവലിന്റെ കായ എന്താ തമിഴ്? അതൊരു ഡിസൈനായിട്ട് അങ്ങനെ ചെയ്തതാണ്. കുറച്ചിങ്ങനെ കൺഫ്യൂസ് ആയിട്ട് തന്നെ ചെയ്തതാണ്. ഞാനന്ന് സാറിനോട് ചോദിച്ചു. മഹൂദ് സാറ് പറഞ്ഞത് അത് കുറച്ച് കൺഫ്യൂസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ, ഒരു കളം ഇങ്ങനെയൊക്കെ എന്താണ് പറയാ, അതന്നെ എന്താണ് അതിനെ പറയുന്നത്, ഈ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തൊക്കെ പോകുന്ന ഒരു ഗെയിം ഉണ്ടല്ലോ, അതേപോലെ കൺഫ്യൂസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് എന്നോട് അങ്ങനെയാണ് സാറ് പറഞ്ഞത്. പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റില്ല പേര്. ഈ വഴി കണ്ടുപിടിക്കാമോ? വഴി, അതാണ് ആ ഡിസൈൻ പോലെയാണ് അത് ചെയ്തത്. സൈനൈഡ് മോഹന്റെ കഥ തന്നെയാണത്. അങ്ങനെ ഫെസ്റ്റിവലിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുപോലെ കുറെ ആൾക്കാരുടെ ഉണ്ട്, ചന്ദ്രനാഥ് എന്നൊക്കെ പറയണത്. എല്ലാം കൂടി എടുത്തിട്ട് ഒരു സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്താണ് ഡയറക്ടർ. മമ്മൂട്ടി കമ്പനിയെ കുറിച്ച് പറഞ്ഞ ഏറ്റവും വലിയ സന്തോഷം, കമ്പനിയുടെ ശമ്പളം എനിക്ക് വാങ്ങിക്കാൻ പറ്റി. കമ്പനി എനിക്ക് നല്ലൊരു വേഷം തന്നു. പിന്നെ സാറിനോടൊപ്പം ഇത്രയും ദിവസം ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി. ഞങ്ങൾ ഒരുമിച്ച്, അതെ, അങ്ങനെ അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. മമ്മൂട്ടി കമ്പനിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ. മമ്മൂക്ക എന്ന കമ്പനിയെ കുറിച്ച് ചോദിച്ചാലോ? കമ്പനിയായി രണ്ടെണ്ണം ഇരിക്കണത്, അതുകൊണ്ട് ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത്. അതെ, മമ്മൂക്ക ടിപ്പൊക്കെ തരും ഒരുപാട്. എനിക്കൊരു ചെറിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ഷോട്ടിൽ ഇങ്ങനെ നല്ലൊരു ഷോട്ടാണ്, അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അവിടെ എനിക്കൊരു മിസ്റ്റേക്ക് വന്നപ്പോഴത്തേക്കും പറഞ്ഞു അതെന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആലോചിച്ചപ്പോൾ സംഭവം വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവ് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചിന്തിപ്പിക്കാറില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ചെയ്താൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ആലോചിച്ചാൽ ശരിയാണല്ലോ, എന്ത് സിമ്പിളാണ്. നെക്സ്റ്റ് ടേക്ക് ഓക്കെ ആയിരുന്നു, പക്ഷെ അവിടെ പെട്ടെന്ന് പറഞ്ഞു തരാനുള്ളൊരു സംഭവം കാണിച്ചായിരുന്നു. അതുപോലെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ്, നമ്മൾ ഭയങ്കര ഈസിയാണ് സാറായിട്ട് അഭിനയിക്കാൻ. പറഞ്ഞാൽ പുറത്തും പുറമെ ലെറ്ററുകള്, പേരുകളല്ലേ വണ്ടിയിൽ ചെയ്യുമ്പോഴൊക്കെ പുള്ളി എൻ്റെ കുറച്ച് അതെങ്ങനെ ഓർത്തിരിക്കണമെന്ന് എനിക്കറിയില്ല. പുള്ളി അങ്ങനെയാണ്, പക്ഷെ പുള്ളി പെട്ടെന്ന് മറന്നും പോകുന്നുണ്ട്. അത് വേറെ ടേക്കിൽ മാത്രമേ ചെയ്യുള്ളൂ സാറ്. നമ്മളിതിങ്ങനെ ഈസിയാണ്, അതാണ് ഞാൻ പുള്ളിയായിട്ട് വർക്ക് ചെയ്താൽ എനിക്ക് ഇത്ര ഈസി ആയിട്ട് സാറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഭയങ്കര ഈസി, പട്ടപ്പട്ടാന്ന് പറഞ്ഞ് ചെയ്ത് തീർക്കുന്നത്. അതെ അതെ. വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ മമ്മൂക്കയെ കാണാൻ പോകുന്നത്. ആ ഗ്യാപ്പിന് ശേഷം മമ്മൂക്കയെ കണ്ടോ? തിരിച്ചു വന്നതിന് ശേഷം മമ്മൂക്കയെ കണ്ടോ? എല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സംസാരിച്ചത്. അതെ, ആ പടത്തെ പറ്റിയും അദ്ദേഹത്തിന് എനിക്കൊന്നും സംസാരിച്ചു. ഭയങ്കര തമാശയാണ് ഇപ്പൊ സാറ്, സത്യം. സാധാരണ അങ്ങോട്ട് ഒറ്റത്ത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും, പക്ഷെ ഇപ്പോ വളരെ ഓപ്പൺ ആയിട്ട് തമാശകളാണ്. ചിരിപ്പിച്ച് ആൾക്കാരെ ഇരുത്തുക എന്നുള്ളതാണ്, ചിരിപ്പിച്ചിരുത്തുള്ളൂ. നമുക്ക് അങ്ങനെയാണ്. നേരത്തെ കേട്ട് അറിഞ്ഞൊരു അങ്ങനെയൊന്നല്ല, ഈ പലരും പറയാറുണ്ടല്ലോ, മീൻസ് ഇപ്പൊ എല്ലാവരെ പറ്റിയും പറയാറുണ്ട്. ഓരോ ആക്ടേഴ്സിനെ പറ്റി ഇങ്ങനെ ഇത് എങ്ങനെയാണെന്നൊക്കെ പറയില്ല. പക്ഷെ നമുക്ക് ഈ അടുത്ത് ചെല്ലുമ്പോഴേ നമുക്ക് ആരെയും തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുപോലെയായിരുന്നു. പുള്ളി ബിരിയാണി ഉണ്ടാക്കി തന്നല്ലോ, അതൊക്കെ ഉണ്ടായി. ഗംഭീര ബിരിയാണി ആയിരുന്നു. തരുന്നതിലെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി സാധനം തന്നെ ആയിരിക്കും തരുന്നത്. പ്രത്യേകിച്ച് ചോദിക്കേണ്ടത് നന്നായിട്ടുണ്ടോ എന്ന് ചോദിക്കൂല, നമുക്ക് ഇങ്ങനെ നിറഞ്ഞ് മനസ്സോടെ തരും എന്നുള്ളത്. ഈ ബിഗ് ബി ഇല്ലേ, ബിഗ് ബിക്ക് മുന്നേ ശരിക്കും അമൽ നീരത് നിങ്ങളെ വെച്ചൊരു പടം പ്ലാൻ ചെയ്തായിരുന്നു? അമലിന്റെ ഫസ്റ്റ് പടത്തിൽ ഞാനായിരുന്നു, അത് നടന്നില്ല. അതാണ് ഫസ്റ്റ് പടം. ആദ്യം തന്നെ എന്നെ വെച്ചിട്ടാണ് പുള്ളി നടന്ന് ആ പടം ചെയ്യാനായിട്ട്, പക്ഷെ അത് നടന്നില്ല. അമലിന്റെ ആദ്യത്തെ നായകൻ ഞാനാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. എന്തായിരുന്നു തീം, എന്തായിരുന്നു കഥ? തീം ഗംഭീരമായിട്ട് ആക്ഷൻ ആയിരുന്നു, റോഡ് മൂവി ആയിരുന്നു ആക്ഷൻ. ബിഗ് ബി 2 വേണ്ടി ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അമലിനോട് ഉണ്ട്, അറിയില്ല എന്താ സംഭവിച്ചങ്ങനെയാണ്. മമ്മൂക്കയോട് ചോദിച്ചായിരുന്നല്ലോ? ഇല്ല, ചോദിച്ചില്ല. ഞാൻ പറഞ്ഞില്ല, സാറേട്ടിന്റെ അടുത്തങ്ങനെ പോയി നിന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഈ ഫ്രണ്ട്സ് ഒക്കെ എന്താ V9 എന്ന് വിളിക്കാൻ കാരണം? V9 വിളിക്കുന്നത് എന്നെ വിനയൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് യൂറോപ്പിനാണ്, പുള്ളിക്കാരി ഇട്ടതാണ്. പെട്ടെന്ന് അവള് പേര് എഴുതിയപ്പോഴത്തേക്കും വിനായൻ ഇട്ടതാണ്. വിനയൻ എന്നാണ് പേര്, അത് വിനായനായി പെട്ടെന്ന് കോഡായി. അത് പിന്നെ ഞാനത് ഉപയോഗിച്ച നമ്പർ വളരെ ഒരു 94-95 ഇരിക്കും. ഇപ്പോഴും ഫ്രണ്ട്സ് പല ആൾക്കാരും തന്നെയല്ലേ വിളിക്കുക? എല്ലാവരും വിനയനെ വിളിക്കണം. ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ കേൾക്കുന്ന 2 വാക്കുകൾ, ഒന്ന് വാക്കുകളും മറ്റൊന്ന് ബാബയുമാണ്. കളങ്കാവലിന്റെ ഇന്റർവ്യൂവിൽ ഫുൾ ബാബയാണ്. ബാബയാണ്, ഞാനൊരു ബാബ ഫ്രീക്കാണ്. പിന്നെ ഞാൻ ഗോവയിലെല്ലാവരും ബാബ എന്നാണ് വിളിക്കണം, ഞാനും അങ്ങോട്ട് തിരിച്ച് ബാബ. ബേസിക്കലി ഞാനൊരു ഗോഡ് നോളജിനെ ബാബ എന്ന് വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ. മറ്റേതെന്താ വെച്ചാൽ വാക്കുകളാണല്ലോ പ്രശ്നം. ഭയങ്കര വെപ്പണല്ലേ, ഒറ്റയടിക്ക് നമ്മളെ മരിച്ചു കളയും, തകർത്ത് കളയും. ഈ ചോദ്യം വേണമെങ്കിൽ ഒഴിവാക്കാം, വേണമെങ്കിൽ ഉത്തരം പറഞ്ഞാൽ മതി. അതായത് ഫേസ്ബുക്കിൽ ചിലപ്പോൾ നിങ്ങളൊരു പോസ്റ്റ് ഇടും, ഞങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് കുറേ സമയം ചിന്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പോസ്റ്റ് ഇട്ട ഒരു പോക്കാണ്. അതെ, മുമ്പ് ഇപ്പൊ ഞാൻ കുറച്ച് എഴുതാറുണ്ട്. എഴുതണം എന്ന് ആലോചിച്ച് തന്നെ എഴുതാ, അല്ലെങ്കിൽ ചിന്തിക്കാനായിട്ട് ഇടുന്നതാ. ഞാനൊക്കെ എന്നുള്ളതാണ്.
ചിലപ്പോൾ ഞാൻ ബ്രെയിനൊക്കെ ഇടും, ചിന്തിക്കാൻ വേണ്ടിയാണ്. ചില വിഷയങ്ങൾ നടക്കണ്ടാവും പബ്ലിക്കിൽ, അപ്പോൾ അതിൻ്റെ ബ്രെയിനാണ് അതിൻ്റെ ബുദ്ധി എന്നുള്ളതിൽ ഇടെന്താണ് ചിന്തിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും പെട്ടെന്ന്. ഞാൻ പിന്നെ താഴെ കമൻറ്റിൽ നമുക്ക് കാണാം, ഒരു 2 പേരെങ്കിലും അത് മനസ്സിലാക്കി കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഞാൻ കമന്റ്സ് എല്ലാം നോക്കട്ടെ. ഇടക്ക് ആദ്യത്തെ 2-3 ഒക്കെ നോക്കും. കമന്റ്സ് ഇരുന്ന് ഫുള്ള് വായിക്കും. ഒയ്യോ, എന്റെ കമന്റ്സ് വായിച്ചു കഴിഞ്ഞാൽ ഒയ്യോ, കമന്റ്സ് ആയിട്ടോ ഓടലാണ്. ഞാനൊക്കെ ഇരുന്ന് ചോദിക്കും ഇതെന്തായിരിക്കും ഉദ്ദേശിച്ചത്, ഞങ്ങളെ ഓഫീസിൽ നിന്ന് ചർച്ച ചിന്തിക്കുക നിങ്ങള് എന്താണെന്ന്. റിയൽ ലൈഫിൽ പോലീസ് അല്ലേ ഈ പടം ചെയ്യുന്ന സമയത്ത് ഡയറക്ടറൊക്കെ ഇങ്ങനെ ഉപദേശമൊക്കെ കൊടുത്തായിരുന്നു? എനിക്ക് ഉപദേശം തന്നു. ചില സംഭവങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ചോദിക്കും, ഇതല്ല ഇങ്ങനെയല്ലേ ബോഡി, ഇങ്ങനെയല്ലേ ബോഡി ചോദിക്കാറുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ നമ്മൾ ഷോർട്ടിലും ഇതിൻ്റെ റൈറ്ററുടെ ഫാദർ ഓൾറെഡി പോലീസുകാരനാണ്. അപ്പം അദ്ദേഹം കൃത്യമായിട്ടുള്ള ധാരണ സ്ക്രിപ്റ്റിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും സ്പോട്ടിൽ എന്തെങ്കിലും ചെറിയ ഇങ്ങനെ ചെയ്തുകൂടെ എന്നുള്ള രീതിയിൽ ചോദിച്ച് അത് നമ്മൾ അവിടെ ക്ലിയർ ചെയ്ത് പോകാറുണ്ടായിരുന്നു. പുള്ളി എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചു ചില സ്ഥലത്തൊക്കെ. റിയൽ ലൈഫിൽ പോലീസ് പറയൂ ഇതിലെ മമ്മൂക്കയുടെ ക്യാരക്ടറിനെ പോലെ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഏതെങ്കിലും ആളെ കണ്ടിട്ടുണ്ടോ? അല്ല, ഇതിലെ മമ്മൂക്കയുടെ ക്യാരക്ടർ എന്താണെന്നുള്ള ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, പിന്നെ ഞാൻ എന്ത് പറയാനാണ് ഇതില്? അയ്യോടാ, അല്ല അങ്ങനെ ഞങ്ങളത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേകദേശം ഊഹമുണ്ട് മമ്മൂക്ക ഭയങ്കര നെഗറ്റീവ് ആണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അങ്ങനെയുള്ള. അതന്നെ, അത് 5-ാം തീയതി അറിയാം മമ്മൂക്ക നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അപ്പം അറിയാൻ പറ്റും. എന്നാലും കൂടുതലൊന്നും പറയൂല. ഇല്ല, നായകൻ ഞാനാണ്, വില്ലൻ മമ്മൂക്കയാണ്. അത് പറയാൻ പറ്റില്ല. തുടക്കം കഴിഞ്ഞോ? തുടക്കം 2 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞു. ഇനി ഒരു 20 ദിവസം കൂടെ ഉണ്ട്. എങ്ങനെയുണ്ട്? ഗംഭീരാണ്, നല്ല പരിപാടിയാണ്. ഡ്യൂഡ് ഞാൻ അതാണ് ഇപ്പൊ ആലോചിച്ചത്. ഡ്യൂഡിനൊരു 1 വീക്ക് കൂടി എനിക്കുണ്ട്. കുറെ നാളെ തുടങ്ങിയിട്ട്, ഓഗസ്റ്റിൽ തുടങ്ങിയതാ. പഴയ ഡൂഡിന്ന് പുതിയ ഡൂഡിൽ എന്തെങ്കിലും മാറ്റമുണ്ട്? സെയിം ഡൂഡ് തന്നെയാണ് ഡിസൈൻ. ഞാനും അത് ആലോചിച്ചത്, എന്ത് ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. സീക്വൻസ് ഒക്കെ ഗംഭീര സീക്വൻസാ. ഇത്തവണ നീലക്കൊടി വരികയാണോ? അത് പറയാൻ പറ്റില്ല. ജയിലർ 2-ലുണ്ടോ ശരിക്കും? അതും പറയാൻ പറ്റില്ല. ഇതൊന്നും പറയാൻ പറ്റില്ല. അത് പറയായിരുന്നു, പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടില്ല എന്ന് പറയാനായിട്ട്. കളങ്കാവലിന്റെ ഡയറക്ടറെ കുറിച്ച് പറഞ്ഞോ? എന്താ പറയാ, ഒരു സാധുവാണ്, അത് മാത്രമേ. നിങ്ങളോ? ഡയറക്ടർ നമ്മുടെ. പിന്നെ എന്താ, ഒരു ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അത്ര സാധുവൊന്നും അല്ല, പിടിച്ചു നിർത്തും നമ്മളെ. ഞാൻ പറഞ്ഞ ഷോർട്ടിലല്ല കേട്ടോ, ഐ മീൻസ് പുള്ളി അടിപൊളിയാ. സീനിൽ പക്ക കൃത്യമായ ധാരണയുള്ള ഒരാളാണ്. എന്ത് വേണം, ചോദ്യം ചോദിക്കാതെ അല്ലേ? നമ്മള് കുറച്ച് ചോദ്യം ചോദിച്ചിട്ടില്ല ഇവിടെ ഒന്നും നമുക്ക് അധികം വളരെ കുറവായിരുന്നു. ഞാൻ സാധാരണ കുറെ ചോദിക്കും, സംശയങ്ങൾ അധികം നമുക്ക് അങ്ങോട്ട് കൊടുക്കണ്ടായില്ല. ഏകദേശം കൃത്യമായ ധാരണ നമുക്ക് തരും. ഒരു വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ചെയ്തു പോകാൻ പറ്റും. ദുൽഖറിന്റെ കൂടെ കമ്പട്ടിപ്പാടം ചെയ്ത സമയത്ത് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയത് വിനായകൻ ചേട്ടനാണ്. മമ്മൂക്കാന്റെ കൂടെ കളങ്കാവല് ചെയ്ത സമയത്ത് തിയേറ്ററിൽ ഈ പടം റിലീസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കൈയടി കിട്ടുന്ന ആർക്കായിരിക്കും? ദുൽഖറിന്റെ കാര്യം ആദ്യം പറയാം. ദുൽഖർ ഞാൻ കണ്ടതിൽ ദുൽഖറിന്റെ ഏറ്റവും ബെസ്റ്റ് ആക്ടിങ് മൂവി എന്ന് പറയുന്നത് കമ്പട്ടിപ്പാടമാണ്. ഓക്കെ, കാരണം ഞാനൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്. ദുൽഖറിന്റെ ലൈഫ് സ്റ്റൈലിൽ ടോട്ടലി വേറെ, പടത്തിന്റെ ക്യാരക്ടർ ശരിക്കും ആക്ച്വലി ദുൽഖറിനാണെന്ന് തോന്നുന്ന അവാർഡ് കിട്ടുന്നുണ്ട് വേറെ രീതിയിൽ. ദുൽഖറാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടവണ് ആ പടത്തിൽ. അപ്പൊ ഞാനും ബാലൻ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞത് നമുക്ക് ആ ടെറേനായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. ദുൽഖർ മനസ്സിലായി അവിടുന്ന് ഇതിലോട്ട് വന്ന് വീണതാ. ദുൽഖർ പാവം നല്ലോണം ചെയ്ത പടത്തിൽ. ദുൽഖർ കൈകൊട്ട് ഇപ്പൊ വാങ്ങാന്ന് ചോദിച്ചാൽ 2 കട്ടകാന്ന് തോന്നണ കളങ്കാവലിലെ. ഇപ്പോഴും 2 പേർക്കും കൈകൊട്ടും, ഞങ്ങളെ 2 പേർക്കും ജനത്തിന് ഇഷ്ടമാണ്. കൈയടി കിട്ടും. പക്ഷെ നമ്മളൊന്നും ഇങ്ങനെ ഒന്നും ആകും, നമ്മൾ അനങ്ങും പടം. വൈറ്റ് ആണ് ഫേവറേറ്റ് കളർ? വൈറ്റ് ആൻഡ് ബ്ലാക്ക് മോസ്റ്റ്ലി. വൈറ്റ് ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിന്ന് ആദ്യം ഹോട്ടലിലേക്ക് കയറി വരുമ്പോൾ ഈ വൈറ്റ് ഡ്രസ്സ് ഇടുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ കത്തിയാണ്. നിങ്ങൾക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്? വൈറ്റ് ഭയങ്കര ഇഷ്ടം. ചെന്നൈയിൽ ചെന്നപ്പോഴാണ് ബ്ലാക്ക് ആയത്, അല്ലെങ്കിൽ വൈറ്റ് ആണ് മോസ്റ്റ്ലി. രജനി സാറുമായിട്ട്? രജനി സാർ ഇല്ല, അതില്ല. ഞാൻ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ വൈഫിന് അവിടെയായിരുന്നു ജോലി പിന്നെ, അപ്പോൾ അവിടെ ആയിരുന്നു താമസം. രജനീകാന്തുമായിട്ട് ബാബയുടെ കാര്യമൊക്കെ സംസാരിക്കുമോ? രജനീകാന്ത് പിന്നെ ബാബ ഞങ്ങളുടെ 2 പേരുടെയും സെയിം ബാബയാണ്. 2 പേരും സെയിം ബാബയാണ്, വിശ്വാസികളാണ്. മഹാവതാർ ബാബാജി. അപ്പൊ എന്തായാലും താങ്ക് യു. ശരി, ഓയ്.